നീ എൻ സ്വന്തം ഭാഗം 108. ഡോക്ടറെ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് സ്കാനിങ്ങിന് കയറ്റാൻ പറഞ്ഞു. അധികം താമസിയാതെ തന്നെ അറിഞ്ഞു താനന്ന് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് സത്യമായിരുന്നു എന്നും. പക്ഷേ അത് തൻ്റെ ശരീരത്തിൻ്റെ തളർച്ച കൊണ്ടോ തൻ്റെ മാനസികാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായ ഭക്ഷണം കഴിക്കാതെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തനിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി എന്ന് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞിനെ നഷ്ടമായി എന്ന് മാത്രമേ കേട്ടുള്ളൂ. അതിൻ്റെ കാരണങ്ങളൊന്നും താൻ ആ സമയം കേട്ടില്ല. തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും താൻ ശരിക്കും തളർന്നു പോയിരുന്നു. ഒട്ടും എഴുന്നേക്കാൻ പറ്റാതെ ജീവിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. മരണത്തെ ആ സമയം സ്വയം സ്വീകരിക്കാൻ അവൾക്ക് തോന്നിപ്പോയി. ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇപ്പോഴും ഒരു കുളിര് കോരുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങോട്ട് വീണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഡിപ്രഷൻ എന്താ പറയുക എന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഞ്ജീവിൻ്റെ ഫോണിൽ നിന്നും കോള് വരുന്നത്. സഞ്ജീവ് ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചു. ഇപ്പോഴും തന്നെ ഇഷ്ടമാണെന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞു. താല്പര്യമില്ല എന്ന് താൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. പകരം ഒരു ഏട്ടനെ പോലെ കൂടെ നിൽക്കാമോ എന്നാണ് താൻ ചോദിച്ചത്. അതിന് പെട്ടെന്ന് തന്നെ മറുപടിയും പറഞ്ഞു. നിൽക്കാം, ഏട്ടനായും കൂട്ടുകാരനായും ഏത് റോള് വേണമെങ്കിലും ഞാൻ കൂടെയുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ താൻ പറഞ്ഞത് തനിക്ക് പഠിക്കണം, ഈ കോഴ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അത് ഇനി ഹൈദരാബാദ് പോയി പഠിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിന് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതി. ആ സമയം സഞ്ജീവ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തോ ഇടയ്ക്കിടെ വിളിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് വിളിക്കുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ദക്ഷ എന്ന് ചോദിച്ചുകൊണ്ട് താൻ പഠിച്ച വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തന്നോട് സംശയം ചോദിക്കാൻ തുടങ്ങി. പ്രഭാകർ ഗ്രൂപ്പിൻ്റെ ഡിസൈനർ കമ്പനിയിലേക്ക് ആവശ്യമായ ചില ജോലികൾ തന്നെ ഏൽപ്പിച്ചു തുടങ്ങി. ആദ്യം അത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നെ ഏൽപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് എന്തോ സംശയം തോന്നിയത്. അത് ശരണ്യയോട് പറഞ്ഞപ്പോൾ ശരണ്യെ വിളിച്ച് സഞ്ജീവിനോട് സംസാരിച്ചു. സഞ്ജീവ് പറഞ്ഞത് ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകും. അതിന് പകരം അവളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കണം എന്നും തൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവൾ വരാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലികൾ താൻ അവൾക്ക് കൊടുക്കാൻ പോവുകയാണെന്നും അത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാവുമ്പോൾ ആൾക്ക് അവിടെ ഇരുന്ന് തന്നെ ചെയ്യാമല്ലോ. ഒറ്റയ്ക്ക് ഒരുപാട് സമയം ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവൾ ചിലപ്പോൾ വീണ്ടും കൈവിട്ടു പോകും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. സഞ്ജീവ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ശരണ്യയ്ക്കും തോന്നി. ശരണ്യയും അത് ശരിവെച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതെ, എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ശരണ്യ ചോദിച്ചതും എന്താ സഞ്ജീവ് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുണ്ട്, ആള് പഠിത്തം കഴിഞ്ഞ് നിൽക്കാണ്, ഒരു ജോലി കൊടുക്കാവോ? അത് ദക്ഷ ചേച്ചിക്കും ഒത്തിരി സന്തോഷമാവേ, പിന്നെ ചേച്ചിയെ സഹായിക്കാനും അവന് സാധിക്കും. അതുകൊണ്ട് അവനൊരു ജോലി കൊടുക്കാവോ? നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളില്ലേ? ശരണ്യ ചോദിച്ചതും ശരിയാണ്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ദക്ഷ വർക്ക് ചെയ്യുന്നത് പ്രഭാകർ ഗ്രൂപ്പിൻ്റെ ഡിസൈനർ കമ്പനിയിലാണ്. അവിടെ തന്നെ ജോലി കൊടുക്കണ്ടേ താൻ ഈ പറഞ്ഞ ആൾക്ക്? അതുപോട്ടെ, ആരാ ആള്? ആ വീട്ടിലുള്ളതാണോ അല്ലെങ്കിൽ തൻ്റെ ഹൈദരാബാദുള്ള ആരെങ്കിലും ആണോ? സഞ്ജീവ് ചോദിച്ചു. ഇല്ല, ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. അഥർവ് എൻ്റെ ഫ്രണ്ടാണ് നാട്ടിൽ. ഇപ്പോൾ ദക്ഷ ചേച്ചിയെ സഹായിക്കുന്നത് അവനാണ്. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും അവനെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാനാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അവനെ വിളിക്കുന്നത്. ഇപ്പോൾ പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ്. അവൻ ജോലിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ ദക്ഷ ചേച്ചിയുടെ അടുത്ത് ആരും ഉണ്ടാവില്ല. ചേച്ചിയെ സഹായിക്കാനും അവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അവനെ അവിടെ പിടിച്ചു നിർത്താനുള്ള എൻ്റെ ഒരു ട്രിക്കാണ്. കൊടുക്കാവോ? അവനെ ജോലി റെഡിയായിട്ടുണ്ട് വേറെ, പുറത്തേക്ക് പോകുന്നതിന് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ്. വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഏട്ടനോട് ചോദിക്കാം. പക്ഷേ എനിക്കിപ്പോൾ എന്തോ അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ നിർബന്ധിക്കുന്നല്ല കേട്ടോ, വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി, അവൾ പറഞ്ഞു. ആർക്ക് വേണമെങ്കിൽ? എനിക്ക് വേണ്ട. പക്ഷേ ദക്ഷയ്ക്കും തനിക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ ഞാൻ നോക്കാം. ആളോട് എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറയൂ. എറണാകുളത്തുള്ള എൻ്റെ ഓഫീസിൽ നാളെ ഞാൻ ഉണ്ടാകും. അങ്ങോട്ട് വരാൻ പറയും. പിന്നെ ഞാൻ ദക്ഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്,
അതും ആളോട് ഒന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയൂ. കുറച്ച് ഡിസൈൻസാണ്, അവൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്നത് നല്ലത് അവളത് കൈകൊണ്ട് വരച്ചിരിക്കുന്നത് നോക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അതുകൂടി വാങ്ങിക്കൊണ്ട് വരാൻ പറയണം അഥർവിനോട്. ഞാൻ പറയാം, ഇപ്പം തന്നെ പറയാം. താങ്ക് യു സോ മച്ച്, അവൾ പറഞ്ഞു. അത്രയും പറഞ്ഞ് സഞ്ജീവ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ശരണി വിളിച്ച് ദക്ഷയോട് കാര്യങ്ങൾ പറഞ്ഞു. ദക്ഷയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. അഥർവ് തൻ്റെ എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടാകും. അവൻ കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തനിക്ക് വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു. പക്ഷേ ആ സങ്കടത്തിനുള്ള പരിഹാരവും ആ പെൺകുച്ച് ചെയ്തിരിക്കുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷവും അവളോട് ഒത്തിരി ബഹുമാനവും തോന്നി. അഥർവ് വൈകുന്നേരം അവളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വരിക പറഞ്ഞാൽ പുറത്തേ വരൂ, അകത്തേക്ക് അവൻ കയറില്ല. ദക്ഷ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലും. കുറച്ച് സമയം അവൻ്റെ കൂടെ നടക്കും. ഇതെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നുണ്ടെങ്കിലും ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. ശ്രീദേവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം അതിന് തടസ്സം പറയാത്തത് എന്ന് അവൾക്കറിയാമായിരുന്നു. ചേച്ചി കൂടി അറിഞ്ഞിട്ടാണോ അവൾ എനിക്ക് പണി വാങ്ങി തന്നത്? അഥർവ് ചോദിച്ചതും, പണി വാങ്ങിത്തരുമോ? ആ, എനിക്കൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ എന്നോട് എറണാകുളം പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോണോ? അവളെന്നെ പറ്റിച്ചതെങ്ങനെയാണോ? അഥർവ് ചോദിച്ചു. ഇല്ല, സഞ്ജുവേട്ടൻ്റെ ഓഫീസിലാണ്. ഏത്? അന്ന് വന്ന ആ ചേട്ടനാണോ? അന്ന് ആ പ്രശ്നത്തിൽ? അതെ. അത് ചേച്ചി, ഒരു കുഴപ്പമില്ല, നീ പോയിക്കോ. ഏട്ടന് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ ഒരു ജോലി വാങ്ങി തന്നാലോ? ഇപ്പം നിനക്കൊരു ജോലി ആവശ്യമല്ലേ? നീ എന്തായാലും പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാതെ നിൽക്കല്ലേ? ഇനി അതിൻ്റെ പേരിൽ നീ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു വഴക്ക് വേണ്ട. നല്ലൊരു ജോലിയായി കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഈ ദേഷ്യമൊക്കെ മാറിക്കോളും. അതുകൊണ്ട് നീ നാളെ തന്നെ പോയി ഒന്ന് കാണ്. പോകുമ്പോൾ ഞാൻ കുറച്ച് ഡിസൈൻസ് തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് കൊണ്ടുപോയിക്കോളൂ. ഞാൻ പറഞ്ഞതാണ് മെയിൽ ചെയ്യാന്ന്, പക്ഷേ സമ്മതിക്കുന്നില്ല. എന്തായാലും നീ അതൊന്ന് കൊണ്ടുപോയി കൊടുത്തേക്ക്. അപ്പോൾ ഞാൻ പോകണമെന്ന് തന്നെയാണോ ചേച്ചിയും പറയുന്നത്? പോണം. നിനക്കൊരു ജോലി അത്യാവശ്യമല്ലേ ഇപ്പോൾ? അത്യാവശ്യമാണ്, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ എറണാകുളത്താകുമ്പോൾ എനിക്ക് ഡെയിലി വരാൻ പറ്റില്ല ചേച്ചി. ചേച്ചിക്കൊരു ആവശ്യം വന്നാൽ ഇവിടെ ചേച്ചി ഒറ്റയ്ക്കല്ലേ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആലോചിച്ച് നീ സങ്കടപ്പെടേണ്ട. എനിക്ക് ഇടവും വലവും നിങ്ങൾ രണ്ടുപേരില്ലേ? അടുത്തില്ലെങ്കിലും അടുത്തുള്ളത് പോലെ തന്നെ എനിക്കിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ പോകുന്നില്ല. അവൻ പറഞ്ഞതും പറ്റില്ല, പോണം, പോയേ പറ്റൂ. ദക്ഷ വാശിയോട് പറഞ്ഞതും ശരി പോകാം, പക്ഷേ എല്ലാ ദിവസവും ഞാൻ വരും. ട്രെയിനാണെങ്കിലും ബസ്സിനാണെങ്കിലും ഞാൻ വരും. ചേച്ചിനെ കണ്ടിട്ടേ ഞാൻ പോകൂ, അവൻ പറഞ്ഞു. ശരി, സമ്മതിച്ചു. എന്നാൽ പിന്നെ ആ കാന്താരി വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോകുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടി ജോലി വാങ്ങി തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം, അവൻ പറഞ്ഞു. അത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെയാണ് പിറ്റേ ദിവസം അഥർവ് സഞ്ജീവേട്ടനെ കാണാൻ വേണ്ടി പോകുന്നതും സഞ്ജീവേട്ടനോട് സംസാരിക്കുന്നതും. അവനോട് സംസാരിച്ചപ്പോൾ തന്നെ സഞ്ജീവേട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ കരുതിയതുപോലെയല്ല. ഞാൻ വിചാരിച്ചു ഒരു റെക്കമെൻഡേഷനിലൂടേക്ക് വന്നപ്പോൾ ആളത്ര പെർഫെക്റ്റ് അല്ല എന്ന്. പക്ഷേ അവനൊരു ബ്രില്യൻ്റ് ആണ്. സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നി. പിന്നെ നിൻ്റെ ഡിസൈൻസ് എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഡിസൈനർമാർക്ക് അത് അയച്ചു കൊടുത്തു. അവരെല്ലാം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്ക് നീ ചെയ്യുകയല്ലേ? നിനക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അവനും എന്നും എറണാകുളത്ത് വന്ന് ജോലി ചെയ്യണമെന്നില്ല. അവനും വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിൻ്റെ എന്ത് ആവശ്യത്തിനും അവനെ വിളിക്കാം. അവൻ ജെനുവിനാണ്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതെനിക്കൊരു ആശ്വാസം തന്നെയാണ്. സഞ്ജീവ് അത് പറഞ്ഞതും ദക്ഷയ്ക്ക് സഞ്ജീവിനോടെന്തോ വല്ലാത്ത ബഹുമാനം തോന്നി. ഒട്ടും തന്നെ സംസാരിക്കാത്ത ആളാണെന്നാണ് താൻ കരുതിയത്. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ തന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. തന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ പലതവണ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ദക്ഷ ആലോചിച്ചു. പിന്നീട് അങ്ങോട്ട് അഥർവും ദക്ഷയും കൂടിയായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ പഠിപ്പിന് വെച്ചിട്ടുള്ള ജോലി സഞ്ജീവ് കൊടുത്തെങ്കിലും അവൻ കൂടുതലും ദക്ഷയെ സഹായിക്കുന്നതിലായിരുന്നു താല്പര്യം കാണിച്ചത്. അതിലും അവൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതുകൊണ്ട് പിന്നീട് സഞ്ജീവ് ദക്ഷയുടെ കൂടെ തന്നെയാണ് അവനെ കൂട്ടിയത്.
കൂട്ടത്തിൽ അവൻ്റെ ടാലൻറ്റ് വളർത്താനുള്ള കാര്യങ്ങളും സഞ്ജീവ് ചെയ്തു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് സഞ്ജീവ് ഒരു ബിഗ് പ്രോജക്റ്റ് കൊടുക്കുന്നത്. സഞ്ജീവിൻ്റെ കമ്പനിയെ പ്രതിനിധീകരിച്ച് നടക്കുന്ന ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ഒരു ഷോ, അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ദക്ഷയ്ക്ക് കൊടുത്തു. ആദ്യം ദക്ഷ വേണ്ടാന്ന് പറഞ്ഞു, പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് നിരസിക്കാൻ നോക്കിയെങ്കിലും സഞ്ജീവ് അവൾക്ക് പറ്റുമെന്ന് ഉറപ്പോടെ തന്നെ പറഞ്ഞു. കൂടെ സഹായിക്കാനായിട്ട് അവൻ അഥർവിനെയും പിന്നെ വേറെ 2 സ്റ്റാഫുകളെയും കൊടുത്തു. അവരുമായിട്ട് ഫോണിലൂടെ ഡിസ്കഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അഥർവായിരുന്നു കൂടുതലും. ഇതിനോടകം അഥർവ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങി. അവനും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. സഞ്ജീവിൻ്റെയും അഥർവിൻ്റെയും സപ്പോർട്ടിന്മേൽ അവളത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അവൾക്ക് ഒരു ബാക്ക് സപ്പോർട്ടായി ശരണ്യയും വിളിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ മാസം അവസാനമാണ് ആ ഷോ നടക്കുന്നത്. അതിനു മുമ്പ് തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ദക്ഷ നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീദേവ് ഇങ്ങോട്ട് വന്നതും പിന്നെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് ആ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് ദക്ഷ പടിയിറങ്ങിയത്. ഇനി ഒരിക്കലും ശ്രീദേവ് എന്ന് പറയുന്ന വ്യക്തിയെ കാണരുതെന്നും ഇനി സംസാരിക്കരുതെന്നും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ ആ പടികൾ ഇറങ്ങിയത്. ആ വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു വേദനയായിട്ട് കടന്നു വന്നത് ആ ഒരു കുഞ്ഞായിരുന്നു. തൻ്റെ ഉള്ളിൽ ജന്മം നൽകിയ ആ കുഞ്ഞ്. താൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നോ എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം അവൾക്കറിയായിരുന്നു, തൻ്റെ ഉള്ളിൽ അങ്ങനൊരു കുഞ്ഞ് ജന്മമെടുത്തു എന്നറിഞ്ഞ ആ ദിവസവും ആ കുഞ്ഞ് നഷ്ടമായ ദിവസവും ഒരിക്കലും താൻ ജീവിതത്തിൽ മറക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആ ഒരു വേദന എന്നും തൻ്റെ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന്. ഒരുപക്ഷെ താനും ശ്രീദേവും സന്തോഷത്തിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതറിയുന്ന നിമിഷം താൻ സന്തോഷിക്കായിരുന്നോ? ശ്രീദേവ് സന്തോഷിക്കായിരുന്നോ? അല്ലെങ്കിൽ ശ്രീദേവ് അതിനെ ഇല്ലാതാക്കാൻ പറയുമായിരുന്നോ? അവൾ ഓർത്തു. അവൾക്ക് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തല വേദനിക്കുന്നത് പോലെ തോന്നി. അവൾ നെറ്റിയിൽ മുറുകെ പിടിക്കുന്നത് കണ്ടിട്ടാണ് സഞ്ജീവ്, എന്താ ദക്ഷ, തലവേദനിക്കുന്നുണ്ടോ നിനക്ക്? സഞ്ജീവ് ചോദിച്ചു. തലവേദനിക്കുന്നു, അവൾ പറഞ്ഞു. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ എന്ന് പറഞ്ഞ് സഞ്ജീവ് റോഡിൻ്റെ സൈഡിലായി വണ്ടി ഒതുക്കി. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. ഒരു കട കണ്ടതും അഥർ, ഒരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ചിട്ട് വാ. സഞ്ജീവ് പറഞ്ഞതും അവൻ വേഗം തന്നെ പോയി തണുത്ത ബോട്ടിൽ വെള്ളം വാങ്ങിക്കൊണ്ടു വന്ന് കൊടുത്തു. നീ മുഖമൊന്ന് കഴുകിയിട്ട് വാ ദക്ഷ, സഞ്ജീവ് പറഞ്ഞതും അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മുഖം നന്നായി കഴുകി. കുറച്ച് വെള്ളവും കുടിച്ച് അവൾ കുറച്ചു നേരം പുറത്ത് തന്നെ നിന്നു. ഇത്രയും നേരം തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന എല്ലാ ചിന്തകളെയും ഇവിടെ നിന്നും കളഞ്ഞിട്ട് വേണം ഇനി താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ. തൻ്റെ മനസ്സിൽ ഇനി ശ്രീദേവ് എന്ന ഒരു അധ്യായം വേണ്ട. ആ ഒരു കുടുംബമോ അങ്ങനെ ഒരാളെ കണ്ടതായ പോലും താൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അവരെല്ലാം തനിക്ക് മറക്കാൻ പറ്റുമോ? അതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും സഞ്ജീവും പുറകിൽ നിന്നും ശരണ്യയും എല്ലാം കാറിൽ നിന്നും ഇറങ്ങി. കാറിൽ ചാരി നിന്ന് കണ്ണുകളടച്ചു നിൽക്കുന്ന അവളെ കണ്ടതും സഞ്ജീവ് അവളുടെ അടുത്തേക്ക് ചെന്നു. നീ ഇപ്പോൾ ആലോചിക്കുന്നതെല്ലാം സങ്കടം തരുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇനി അങ്ങോട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കണം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് മാത്രമായിരിക്കണം നീ ലക്ഷ്യം വയ്ക്കേണ്ടത്. അത് മാത്രമായിരിക്കണം നിൻ്റെ ചിന്തകളിൽ ഇനി ഉണ്ടാകേണ്ടത്. സങ്കടങ്ങളും വിഷമങ്ങളും നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ കളഞ്ഞിട്ട് വേണം ഇനി അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ. പുതിയൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നീ. ഒരു ഫാഷൻ ലോകത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നീ. അറിയാലോ, ഇത് പ്രഭാകർ ഗ്രൂപ്പിൻ്റെ അല്ല, സഞ്ജീവ് ഗ്രൂപ്പിൻ്റെ ഡിസൈനർ കമ്പനിയാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ ഇത് വിജയിപ്പിക്കേണ്ട കടമയും നിനക്ക് മാത്രമാണ്. നിന്നിൽ വിശ്വസിച്ചാണ് ഞാനിതിൽ ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിതിൻ്റെ ABCD അറിയില്ല, പക്ഷേ നിനക്കെല്ലാം അറിയാം. നിന്നെ സഹായിക്കാനായിട്ട് ഇതേ ഇവനും. ഒന്നും അറിയില്ലെങ്കിലും നിന്നെ ഒന്ന് പിന്തുണയ്ക്കാൻ ഇവളും ഉണ്ടാകും. പിന്നെ എല്ലാത്തിനും നിൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞാനും ഉണ്ടാകും. അപ്പോൾ ഇനിയൊരു ജീവിതം, ഇനിയൊരു തുടക്കമാണ്. അതുകൊണ്ട് പഴയതെല്ലാം കളഞ്ഞിട്ട് പുതിയ ദക്ഷയായിട്ട്
പഴയ ദക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. ശ്രീദേവിനെ കാണുന്നതിന് മുമ്പുള്ള ദക്ഷയെക്കുറിച്ചും നീ ചിന്തിക്കേണ്ട. ഇപ്പോൾ ഈ നിമിഷം മുതലുള്ള ദക്ഷയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക. അല്ല, നിനക്ക് ചിന്തിക്കാൻ അവസരം കിട്ടില്ല ദക്ഷ. ഇനി നിനക്ക് ജീവിക്കാനുള്ള അവസരമാണ്. ഇനി നിനക്ക് ഒരു മിനിറ്റ് പോലും നിൻ്റെ പഴയ ഓർമ്മകളോ പുതിയ ഓർമ്മകളോ ഒരു ഓർമ്മകളും നിൻ്റെ മനസ്സിലേക്ക് വരാത്ത രീതിയിൽ അത്രയും തിരക്കുള്ള ലോകത്തേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് എല്ലാം കളഞ്ഞിട്ട് സഞ്ജയ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ സംരംഭമായ യുവ ട്രെൻഡ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഡിസൈനറായിട്ട് നീ ഇവിടെ നിന്നും തുടക്കം കുറിക്കുകയാണ്. ഒരു സീനിയർമാരെയും നമ്മുടെ ഈ ഡിസൈനർ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എല്ലാവരും പുതിയ ആളുകൾ, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയിരിക്കുന്ന പുതിയ കുട്ടികൾ. അവരുടെ ചിന്താഗതി മതി നമുക്ക്. അവരുടെ കഴിവും അവരുടെ ചിന്താഗതിയും അവരുടെ കഠിന പ്രയത്നവും മതി നമുക്ക്. പഴയ ചിന്തകളോ പഴയ ഡിസൈൻസുകളോ പഴയ ആളുകളോ ഒന്നും നമുക്ക് വേണ്ട. എല്ലാം ന്യൂജൻ, പുതിയ തലമുറയുടെ പുതിയ ചിന്തകൾ, പുതിയ കഴിവുകൾ, ഏറ്റവും പുതിയ ഡിസൈൻസ്. ഇതൊക്കെ ആയിരിക്കണം യുവ ട്രെൻഡ്സിൻ്റെ ഹൈലൈറ്റ്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. യുവ ഡിസൈൻസിൻ്റെ ഹെഡായ ദക്ഷിണയ്ക്ക് സാധിക്കും, സഞ്ജീവ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.